ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണസദ്യയുടെ മറ്റൊരു വിഭവമാണ്, സദ്യ പരിപ്പ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയായി ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പരിപ്പ് ഉണ്ടാക്കാനായി, നമ്മുടെ ഓണസദ്യക്ക് പരിപ്പ് ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് പരിപ്പ് വറുത്തെടുക്കാം. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്കതിൽ ഈ പരിപ്പ് ഇട്ട് കൊടുത്ത്, എണ്ണ ഒന്നും ആവശ്യമില്ല, വെറുതെ വറുത്തെടുത്താൽ മതി. പക്ഷേ കരിയാതെ നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും കൊള്ളത്തക്കണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഈ പരിപ്പ് വാങ്ങാൻ കിട്ടും കടയിലൊക്കെ. മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്ന സമയത്ത് നമ്മൾ മുഴുവൻ പയറ് വറുത്ത് പിന്നെ അതിനെ ഉടച്ച് അങ്ങനെയൊക്കെയാണ് പരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ വളരെ ഈസിയായി നമുക്കിത് ഈ പരിപ്പ് അവൈലബിൾ ആണ്. പക്ഷെ ഇത് വറുക്കാത്തതാണ്, അങ്ങനെ നമ്മളൊന്ന് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ നല്ല ഒരു മണം വരും, അതാണ് അതിൻ്റെ ഒരു പരുവം. പക്ഷെ ഒട്ടും കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. എല്ലാ സൈഡിലും ഇങ്ങനെ കിട്ടത്തക്കവണ്ണം, എല്ലാ സൈഡും കൊള്ളത്തക്കവണ്ണം വറുത്തെടുക്കണം. വറുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വേണമെങ്കിൽ ഒന്നെടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല വറുത്തിട്ടുണ്ടോ എന്ന് നന്നായിട്ടത് ആവശ്യത്തിന് ആയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പരിപ്പില്ലാതെ നമുക്ക് സദ്യ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് ഏറ്റവും പ്രധാനമാണ്. വളരെ ഈസിയാണ്. ഇത് മുമ്പത്തെ രീതി കുറച്ചുകൂടെ കഷ്ടമാണ്, പക്ഷെ ഇത് വളരെ ഈസിയാണ്. ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ. അപ്പോൾ ഇവിടെ വറുത്തെടുത്തു. ഇത് ഞാൻ മുഴുവനും വറുത്തു, പക്ഷെ ഇത്രയും ആവശ്യമില്ല. ഞാൻ ഒരു കപ്പ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ പുഴുവോ അങ്ങനെയുള്ളതൊന്നും വരില്ല. നമുക്കിത് അങ്ങനെ ഒരു ടിന്നിലിട്ട് സൂക്ഷിക്കാം. വറുത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം അതാണ്. നമ്മൾ പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ പുഴുവും കീടങ്ങളും ഒക്കെ വരും. പക്ഷേ ഇങ്ങനെ വറുത്ത് ആറിയതിന് ശേഷം ടിന്നിലിട്ട് സൂക്ഷിച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തു, എന്നാലും ഞാനിങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കുന്നതാണ്. കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്തിട്ടും കുറച്ചിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇനി ഇതിൽ എനിക്ക് ഒരു കപ്പ് മതി. ബാക്കി ഞാൻ ടിന്നിലടച്ച് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി കഴുകിയെടുത്തു. ഈ കപ്പിൽ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ ഇരട്ടി ഒരു 2 കപ്പ് വെള്ളവും ഒരല്പം വെള്ളം കൂടെ ചേർത്തു. ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരിക്കലും കുക്കറിൻ്റെ ഈ അരയ്ക്ക് മുകളിൽ ഇങ്ങനെ വെള്ളം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വന്ന് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഈ അരഭാഗത്തിന് താഴെ മാത്രമേ നമ്മൾ വെള്ളം വയ്ക്കാവൂ. ഇത് പിന്നെ ഒരു വലിയ കുക്കർ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പരിപ്പ് പോലുള്ളത് പാചകം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സൗകര്യമാണ്. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ഉടനെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഒരു 2 വിസിൽ കൂടെ കൊടുത്ത് എടുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ കുക്കറിനെ പറ്റിയും ഗ്യാസിൻ്റെ ചൂടൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പരിപ്പ് ഇനി അടുത്ത് നമുക്കിനുള്ള പരിപ്പിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇവിടെ ഒരു പകുതി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാക്സിമം നല്ല പച്ച തേങ്ങയാണ് ഇതിന് ഏറ്റവും നന്നായിട്ടുള്ളത്. അധികം മുറ്റിപ്പോകാത്ത തേങ്ങ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ 4-5 അല്ലി, വലുതാണെങ്കിൽ ഒരു 2-3 മതിയാകും. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 6 എണ്ണം എടുത്ത് തീരെ ചെറുത്. വെളുത്തുള്ളി
വെളുത്തുള്ളി കുറച്ച് കൂടിയായാലും കുഴപ്പമില്ല, കാരണം ഗ്യാസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉണ്ട് ഈ പരിപ്പിന്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി 1-2 അല്ലി കൂടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി 1 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്താണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിതിന് എരിവൊന്നും ചേർക്കാറില്ല. ചിലരൊക്കെ പച്ചമുളകൊക്കെ ചേർക്കാറുണ്ട്. വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ എരിവ് ചേർക്കുന്നില്ല. അപ്പം ഇനി ഇത് നല്ലപോലെ അരപ്പോടെ അടപ്പ് തുറന്നു നല്ലപോലെ വെന്തിട്ടുണ്ട്. ആദ്യത്തെ 1 വിസില് വന്ന ഉടനെ ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിം ലോ ആക്കി വെച്ചു. പിന്നെ 2 വിസില് കൂടെ കേട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായി വെന്ത് കിട്ടി. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ചോറിൽ ഒഴിക്കാൻ വേണ്ടിയുള്ളതായത് ഒത്തിരി വെള്ളവുമില്ല, തീരെ കട്ടിയുമില്ല. ഉപ്പ് ഇതുവരെ ചേർത്തില്ല. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമോ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കരിവേപ്പിലയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമോ അത്ര പോലെ. പൊതുവിൽ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഒന്ന് തിളയ്ക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചിലരങ്ങനെ നെയ്യ് ചേർക്കാറുണ്ട്. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമുക്ക് നെയ്യ് സെർവ് ചെയ്യും സദ്യയിൽ. അത് അങ്ങനെ ചെയ്താലും മതി. അതല്ല ഇതിൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിവിടെ എരിവൊന്നും ചേർക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇതാണ്